ഹലോ നമസ്കാരം, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദുബായ് കനാലിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് ആണല്ലോ. അതായത് കടലിൽ നിന്ന് കനാൽ തിരിച്ചകത്തേക്ക് കയറ്റുന്ന ആ പോയിന്റിലാണ് നിൽക്കുന്നത്. എൻ്റെ ഒരു ഇത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ മലയാളത്തിൽ ഇതുവരെ ആരും ഇങ്ങനൊരു വ്ളോഗ് ചെയ്തിട്ടുണ്ടാവില്ല എന്നാണ് ഒരു വിശ്വാസം. ഈ ഒരു സ്ഥലം കാണിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞങ്ങൾ ഏകദേശം ഒരു 4 മണി റേഞ്ചിലാണ് ഇവിടെ വന്നേക്കുന്നത്. പക്ഷെ എന്നാലും നല്ല കാറ്റുണ്ട്, വെയിലുണ്ട്, എന്നാലും പക്ഷെ നല്ല തണുത്ത കാറ്റ് വരുന്നുണ്ട്. അതെ, ബാക്കിൽ കടലാണ്, നിങ്ങൾക്ക് കാണാം. പിന്നെ ഇവിടെ കുറെ സായിപ്പന്മാരൊക്കെ മറ്റേ എന്താണ് ബിക്കിനി അല്ല, ഒരു സൈസ് സാധനത്തിൽ ഇങ്ങനെ പോണുണ്ടോ. അതായത് മറ്റേ നമ്മുടെ സർഫ് ബോർഡിന്റെ തന്നെ പുതിയൊരു മോഡൽ വന്നിട്ടുണ്ടല്ലോ. എന്താ പറയാ, സർഫ് ബോർഡിന്റെ പുതിയൊരു മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മോട്ടർ വെച്ചിട്ട് ഓടുന്നത് അല്ലേ, ആ സാധനമൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ആൾക്കാർ. പക്ഷെ നല്ല ഭയങ്കര ക്വയറ്റായിട്ടുള്ള ഒരു സ്ഥലം കേട്ടോ. മീൻസ് നമുക്ക് ഒരു സ്ഥലം നമ്മുടെ ദുബായിയുടെ സ്കൈ ലൈൻ കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ഇവിടെ നിന്ന് ക്യാമറയിൽ. നമ്മുടെ ബുർജ് ഖലീഫയൊക്കെ അടി മുതൽ മുകളിൽ വരെ കാണാം അല്ലേ. ക്രോസ് ആയിക്കോട്ടെ. മണി കയറുന്നുണ്ടോ? അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സൈഡിൽ നമ്മുടെ ദുബായ് സ്കൈ ലൈൻ ഫുള്ള് കാണാൻ പറ്റും. അപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ ഇഷ്ടമാണ്. നൈറ്റിലൊക്കെ വന്നു കഴിഞ്ഞാൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഇങ്ങോട്ട് അധികം 4x4 ഉള്ള വണ്ടീസായിട്ടോ വരുന്നത്. മറ്റേ വണ്ടികൾക്ക് പോരാൻ പറ്റുമല്ലോ ഇക്കോ. ഇപ്പം ഞങ്ങളുടെ വണ്ടി എന്ന് വെച്ചാൽ നോർമൽ വണ്ടിയാണ്. ഞങ്ങൾ എന്നിട്ട് പോരുമൊക്കെ ചെയ്തതുകൊണ്ട് ഞാൻ ക്യാമറ ചിക്കുവിൻ്റെ ആയിട്ട് കൊടുക്കാം. പിടിച്ചേ, ഞാൻ താഴെ ഇരിക്കട്ടെ. കനാൽ തുടങ്ങുന്ന സ്ഥലത്ത് ബുർജ് ഖലീഫ കാണാം. ഒരു സൈഡിൽ ബുർജ് ഖലീഫ ആണെങ്കിൽ ഒരു സ്ഥലത്ത് ബുർജ് ഖലീഫ. അങ്ങനെ ഒരു സെറ്റപ്പ് വ്യൂ ആണ്. കുറച്ചുകൂടി ഒരു ഉച്ച കൂടെ മീൻസ് ഉച്ച ടൈം ആയതുകൊണ്ടാണ്, മീൻസ് സൺസെറ്റ് ആവാറാവണുള്ളതുകൊണ്ടാണ് ഇത്ര ഇച്ചിരി ബ്രൈറ്റ് അടിക്കുന്നത്. ഞങ്ങൾ കുറച്ചേരം വെയിറ്റ് ചെയ്തിട്ട് നിങ്ങളെ സൺസെറ്റൊക്കെ കാണിച്ചു തന്നിട്ടാണ് പോകുള്ളൂ. ഞങ്ങൾ കാറ് കുറച്ചുകൂടി ബീച്ചിൻ്റെ അങ്ങോട്ട് ഇറക്കിയിട്ട് വരാം അല്ലേ. ഇവിടെ ആൾക്കാർ ചാർക്കോളൊക്കെ ചെയ്യുന്നുണ്ടെന്ന്. ചാർക്കോളൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരിടത്ത് നിന്നിട്ട് കുറേ ഷിപ്സൊക്കെ പോകുന്നത് കാണാൻ പറ്റുന്നില്ലേ. ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. 1 സെക്കൻഡ്. ചിക്കുവിന് ഇഷ്ടപ്പെട്ടു ഇവിടെ? കുഴപ്പമില്ല. ചിക്കുവിന് ചൂടായതുകൊണ്ടാണ് അത് ഇഷ്ടപ്പെടാത്തത് അല്ലേടാ. ഇങ്ങോട്ട് നോക്ക്. അതായത് ഈ സ്ഥലം ഞങ്ങൾ ഉദ്ദേശിച്ച സ്ഥലമല്ല കേട്ടോ. നമ്മുടെ കനാലിൻ്റെ തുടങ്ങുന്ന സ്ഥലമല്ല, പക്ഷേ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് കനാൽ തുടങ്ങുന്ന സ്ഥലം. പക്ഷേ ഈ സ്ഥലവും എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ കടലിൽ നിന്ന് കുറച്ച് അകത്തേക്ക് കയറി ഒരു ചെറിയൊരു യു പോലെ അല്ലേ, ഒരു യു പോലെ ഒരു നല്ല രസമാണ്. ഇവിടെ ഭയങ്കര ക്വയറ്റാണ്. 1-2 നമ്മുടെ സ്കൂട്ടർ ബോട്ടൊക്കെ നിങ്ങളിപ്പോൾ കണ്ടില്ലേ, അതുപോലെ ആൾക്കാരൊക്കെ വന്ന് കുറേ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഭയങ്കര ക്വയറ്റായിട്ടുള്ളൊരു സ്ഥലം. നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ 6 മണിക്ക് ശേഷം ഫാമിലിക്കൊക്കെ വന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റിയ സ്ഥലമാണല്ലേ. ഈ സ്ഥലത്തേക്ക് എങ്ങനെയാണ് വരണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് നടന്നുകൊണ്ട് സംസാരിക്കാം. നമ്മൾ കടലിലിറങ്ങി നിൽക്കുക കേട്ടോ. ഇങ്ങോട്ട് വരേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ദുബായിൽ നിന്ന് നമ്മുടെ കനാൽ വാട്ടർവേ എൻഡ് ചെയ്യുന്ന സ്ഥലമുണ്ടല്ലോ, അതാണിത്. സോറി, കനാൽ വാട്ടർവേ എൻഡ് ചെയ്യുന്ന സ്ഥലം അവിടെയായിട്ടാണ് ഇങ്ങോട്ട് കയറുന്ന വഴി. ഒരു ചെറിയൊരു വഴിയാണ്. അതായത് അവിടെ ഒരു ബ്രിഡ്ജുണ്ട്. കനാൽ തുടങ്ങുന്നതിൻ്റെ തുടക്കമായിട്ടൊരു ബ്രിഡ്ജുണ്ട്. ആ ബ്രിഡ്ജിൻ്റെ അടിയിൽ ഒരു ചെറിയൊരു യൂ ടേൺ പോലെ ഉണ്ട്. അതിൻ്റെ ചെറിയൊരു സൈഡ് എക്സിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അതിലെടുത്ത് ഇങ്ങ് പോന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റും. ഞാൻ ഇടയ്ക്ക് താഴത്തേക്ക് നോക്കുന്നത് നല്ല ഭംഗിയുള്ള നമ്മുടെ കക്ക അങ്ങനെയുള്ള സാധനങ്ങൾ ഇങ്ങനെ അതിനെ കണ്ട് ഇങ്ങനെ കോൺസെൻട്രേഷൻ മാറിപ്പോയതാ. ബീച്ച് വന്നുകൊണ്ടാട്ടോ കണ്ടിട്ട് വെച്ചാൽ വേറെ ജാടയൊന്നുമല്ല അല്ലേ. ചാട കുറേ ഇത് ഇതിന്റെ പേരെന്താണ്, കടല്
കടലും പിന്നെ ഇത് കുറേ ആൾക്കാരൊക്കെ ഇതിൻ്റെ അടുത്ത് വരുന്ന ഫുഡൊക്കെ കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ കുറേ പേര് നമ്മൾ കണ്ട പോലെ മറ്റേ മോട്ടർ പിന്നെ കുറേ ആളുകൾ അത് കട്ടിയുണ്ടോ, കുറേ ആളുകൾ വാട്ടർ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്താണെന്ന് വെച്ചാൽ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ നമ്മുടെ ദുബായിയുടെ ഏകദേശം ഫുൾ ബിൽഡിങ്സ് ഒരൊറ്റ കണ്ണിൽ 2 കണ്ണിൽ നമുക്ക് കാണാൻ സാധിക്കും. ഫുൾ ഐസൈറ്റ് കാണാൻ പറ്റും. പിന്നെ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ അതുപോലെ കുറേ ബിൽഡിങ്സ്, അതിനകത്ത് ബുർജ് അൽ അറബും ഇവിടെ മെയിൻ ലീഡ് ചെയ്യുന്നത് ബുർജ് ഖലീഫയും. ഞാൻ പിടിച്ചേട്ടാ കണ്ടോ, ഇങ്ങനെ കാണാം. ഈ ഒരു ലൊക്കേഷൻ അധികം കണ്ടോ വെറൈറ്റിയാണ്. ഭയങ്കര സൺസെറ്റിന് നല്ല ബ്യൂട്ടിഫുൾ ആട്ടോ, നല്ല നല്ല രസമുണ്ട്. എനിക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ പുറകിൽ ഇപ്പം ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ പുറകിൽ കണ്ടില്ല. അതുപോലെ തന്നെ ഇപ്പുറ സൈഡിൽ കണ്ടാ ഒരു യു പോലെ നിങ്ങൾക്ക് കാണാമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നല്ല കാറ്റുണ്ട്. എന്തൊരു ക്ലിയർ ആയിരിക്കുന്നൊക്കെ, സൗണ്ട് ക്ലിയർ ആയാൽ മതിയായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ നല്ല രസം കേട്ടോ. ചിക്കന് തണുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് എന്നാൽ ചൂടായിരുന്നു, അപ്പോൾ ചൂടത്ത് കഴിഞ്ഞപ്പോൾ തണുപ്പ് തുടങ്ങി. അതെ, ഒരുപാട് നേരം സ്പെൻഡ് ചെയ്തു. നല്ലൊരു സ്റ്റേ. ഞങ്ങൾ ഫുള്ളൊന്നും ഷൂട്ട് ചെയ്തില്ല, പക്ഷെ ഞങ്ങളിങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് കുറേ ആയിരുന്നു. പിന്നെ അത് പറഞ്ഞ പോലെ ഞങ്ങൾ അജയ് ഇവയുടെ കൂടെ ഒരു വ്ളോഗ് ചെയ്യുന്നുണ്ടാവും കേട്ടോ ഉടനെ തന്നെ. എന്നാന്നറിയില്ല, പക്ഷെ ഉടനെ തന്നെ ചെയ്യുന്നുണ്ടാവും. നമ്മളൊരു നല്ല ഫ്രണ്ട്സ് ആട്ടോ അവർ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ യൂട്യൂബിൽ കാണുന്ന ഫ്രണ്ട്സ് ഫേസ്ബുക്ക് പേജിലും, അതുപോലെ ഫേസ്ബുക്കിൽ കാണുന്ന നമ്മുടെ ഫ്രണ്ട്സ് യൂട്യൂബ് പേജിലൊന്ന് കണ്ടു നോക്കുക. അതന്നെ, യൂട്യൂബിലുള്ളവരൊന്ന് കണ്ടു നോക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അതെ നല്ല കാറ്റടിച്ച് തുടങ്ങി. കാറ്റടിച്ച് സൺസെറ്റായി ഓൾറെഡി. ഇത് ബാക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. അയ്യോ, സൂര്യനെ കാണുന്നില്ല. എന്തായാലും ഇതട്ടെ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് ബൈ ഫ്രം റിജു ആൻഡ് പ്രിയ.